എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. കോൺഗ്രസ്സിന് ലഭിച്ച മുഖ്യമന്ത്രി സ്ഥാനം പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ താഴെ കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള ആളുകൾ പുളിച്ച തെറിയാണ് ഈ എഴുതി വിട്ടിരിക്കുന്നത്. അതിൽ നല്ലൊരു ശതമാനം ജിഹാദികളും പെന്തക്കോസ്തുകാരുമാണ്. കേട്ടാൽ അറയ്ക്കുന്ന, സാധാരണ ഒരു മനുഷ്യൻ പറയാത്ത സൈസ് പുളിച്ച തെറികളാണ് എഴുതി വിട്ടത്. എന്നാൽ ഒരു പോസ്റ്റർ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിതൊന്ന് നോക്കിക്കേ. അതായത് പൊതുജനം പ്രതികരിക്കാൻ തുടങ്ങിയതാണ് ഈ കാണുന്നത്. അതായത് ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും നമ്മൾ നോക്കിയാൽ ഈ കോൺഗ്രസ്സിനെ ഈ അധികാരത്തിൽ കൊണ്ടുവന്നത്, അതായത് UDF വോട്ട് ചെയ്തത് മണ്ടത്തരമായി പോയി എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. നിങ്ങളത് നോക്കിക്കേ. കോൺഗ്രസ് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിമാർ: തിങ്കളാഴ്ച VD സതീശൻ, ചൊവ്വാഴ്ച KC വേണുഗോപാൽ, ബുധനാഴ്ച രമേശ് ചെന്നിത്തല, വ്യാഴാഴ്ച കുഞ്ഞാലിക്കുട്ടി, വെള്ളിയാഴ്ച K മുരളീധരൻ, ശനിയാഴ്ച K സുധാകരൻ. ഞായറാഴ്ച പബ്ലിക് ഹോളിഡേ ആണ്, ഞായറാഴ്ച പൊതു അവധി ദിവസം. ജനങ്ങൾ വളരെ ശക്തമായി പ്രതികരിക്കാനായിട്ട് തുടങ്ങി. കേരളത്തിൽ ഈ UDFനെ അധികാരത്തിൽ എത്തിച്ചത് മണ്ടത്തരമായി പോയി എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അതായത് മറുനാടൻ ഷാജൻ സക്കറിയ നിരന്തരം കോൺഗ്രസ്സിനെ അധികാരത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ഒരു ദിവസം തന്നെ 4-5 വീഡിയോകൾ ചെയ്ത് കോൺഗ്രസ്സിനെ പുകഴ്ത്തിയും ഇടതുപക്ഷത്തെ ഇകഴ്ത്തിയും ഇടതുപക്ഷത്തുള്ള ഓരോ സ്ഥാനാർത്ഥികളെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ ഈ മണ്ഡലങ്ങളിൽ പോയി പല ആളുകളോടും ചോദിച്ച് മനസ്സിലാക്കി ഇത്ര മന്ത്രിമാർ തോക്കും എന്ന് പറഞ്ഞ് നിരന്തരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീഡിയോ ചെയ്ത ഒരാളാണ് ഈ മറുനാടൻ ഷാജൻ സക്കറിയ. വാസ്തവത്തിൽ കോൺഗ്രസ്സിനെ ഈ വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയ ആളാണ്. കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് ഷാജൻ സക്കറിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുകയാണ്, അബദ്ധമായിപ്പോയി, ജനങ്ങളോട് മാപ്പ് ചോദിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുകയാണ്, കോൺഗ്രസ്സിന് വേണ്ടി ഈ വീഡിയോകൾ ചെയ്തത് അബദ്ധമായി പോയി, ജനങ്ങളോട് മാപ്പ് ചോദിക്കേണ്ട ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ്സിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അച്ചാരം വാങ്ങി മേടിച്ച് നക്കിയ ഒരുപാട് ആളുകളുണ്ട്. നല്ല കിട്ടപ്പോര് ഈ മറുനാടൻ ഷാജൻ സക്കറിയക്കൊക്കെ ഈ കോൺഗ്രസ്സിന് ലഭിച്ചത് കൊണ്ടാണ് പ്രതിദിനം ഈ കോൺഗ്രസ്സിന് വേണ്ടി ഇത്രയും ഘോരഘോരമായി വാദിച്ചുകൊണ്ടിരുന്നത്. പിണറായി വിജയനോടുള്ള തീർത്താ പകയും കമ്മ്യൂണിസ്റ്റുകാരോടുള്ള വിരോധവുമാണ് ഈ മറുനാടൻ ഷാജനെ പോലെയുള്ള ആളുകളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. പക്ഷേ ഇന്ന് അദ്ദേഹം പറയുകയാണ് അത് തെറ്റായിപ്പോയി, ഇപ്പോൾ ജനങ്ങളോട് മാപ്പ് ചോദിക്കേണ്ട അവസ്ഥയാണ്. ഇത്രയും നാണം കെട്ട ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തി എന്ന് പറഞ്ഞാൽ MLA-മാരുടെ തലയെണ്ണി, MLA-മാരുടെ ഒപ്പുവാങ്ങിച്ച്, അവരുടെ അഭിപ്രായം ചോദിച്ച്, അവർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത്, അവരെ സ്നേഹിച്ച് സുഖിപ്പിച്ച് കെട്ടിപ്പിടിച്ച് അവരെ കൂടെ നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അത്രമാത്രം ഈ കോൺഗ്രസ് പാർട്ടി തരം താഴ്ന്നു പോയി എന്നുള്ളതാണ്. കേരളത്തിൽ ഉടനീളം കോൺഗ്രസ്സിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ജനങ്ങൾ പല രീതിയിൽ പ്രതികരിക്കും. എന്നെപ്പോലുള്ള ആളുകൾ വീഡിയോ ചെയ്ത് പ്രതികരിക്കും. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേര് തെറി എഴുതി വിടും. ചില ആളുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പ്രതികരിക്കും, ചില ആളുകൾ കമൻ്റ് എഴുതി പ്രതികരിക്കും. അപ്പോൾ എന്തായാലും ഈ കോൺഗ്രസ്സിനെയും അതുപോലെ ഈ ജിഹാദികളെയും സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് എന്ന ഈ രാഷ്ട്രീയ പാർട്ടി അത് ഓരോ ദിവസവും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അധികാര വടംവലിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ 63 MLA-മാരുള്ളതിൽ നിന്ന് ഈ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ ആരുമില്ലേ? അപ്പോൾ ഇത് ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴ MLA ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ലീഗിന് ഇതിൻ്റെ അകത്ത് എന്ത് കാര്യം, കോൺഗ്രസിൻ്റെയാണ് മുഖ്യമന്ത്രി. കണ്ടോ, അവർ നേരെ പ്ലേറ്റ് തിരിച്ചു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, ലീഗിൻ്റെ മന്ത്രിമാർ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. UDF ഒറ്റക്കെട്ടാണ്, ഒറ്റ കക്ഷിയാണ്. മുസ്ലിം ലീഗിനെ ഈ UDFൽ നിന്ന് ഒഴിവാക്കി കോൺഗ്രസിന് ഒറ്റയ്ക്ക് തിന്നാം എന്നുള്ള ഒരു താല്പര്യം മനസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി VD സതീശൻ പക്ഷത്തിലുള്ള ആളുകൾ പെട്രോൾ ഒഴിച്ച്, തലയെക്കൂടെ പെട്രോൾ ഒഴിച്ച് പ്രതിഷേധം നടത്തുകയാണ്, പന്തം കൊളുത്തി പ്രകടനം നടത്തുകയാണ്, റാലി നടത്തുകയാണ്, ഫ്ലെക്സ് വയ്ക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എത്ര നാണംകെട്ട അവസ്ഥയിലേക്ക് ഈ കോൺഗ്രസ് പാർട്ടി തരം താഴ്ന്നു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ വീഡിയോകളെല്ലാം കേട്ട് ഓരോരുത്തരുടെ അഭിപ്രായം കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. പല ആളുകളും ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചു തുടങ്ങി. ഈ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് ലജ്ജിക്കുന്നു, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിവില്ലാത്ത ഒരു കോൺഗ്രസ് ഈ കേരളം എങ്ങനെ ഭരിക്കും, ഇനി ഇവർ ഭരിച്ചാൽ തന്നെ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് ജനങ്ങൾ ഇപ്പോൾ അഭിപ്രായങ്ങൾ പറയുകയാണ്, പൊതുജനം. അതുകൊണ്ട് ഇപ്പോൾ പൊതുജനം പറയുന്ന ഒരു അഭിപ്രായം, തിങ്കളാഴ്ച VD സതീശനെയും, ചൊവ്വാഴ്ച KC വേണുഗോപാലിനെയും, ബുധനാഴ്ച രമേശ് ചെന്നിത്തലയും, വ്യാഴാഴ്ച കുഞ്ഞാലിക്കുട്ടിയെയും, വെള്ളിയാഴ്ച K മുരളീധരനെയും, ശനിയാഴ്ച K സുധാകരനെ ആക്കുക. ഒരു വണ്ടി, കേരള സ്റ്റേറ്റ് നമ്പർ 1 എന്ന വണ്ടി വെക്കുക. എന്നിട്ട് ഓരോ ദിവസവും ഓരോരുത്തർ ഉപയോഗിക്കുക. ഇത്രയും നാണം കെട്ട രീതിയിലേക്ക് കോൺഗ്രസ് തരം താഴ്ന്നു. UDFന് വോട്ട് ചെയ്തവർ ഇപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ലജ്ജിച്ചിരിക്കുകയാണ്. ഇത്രയും ഒരു അന്തസ്സില്ലാത്ത അവരെ ആണല്ലോ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത് എന്നോർത്ത് നിരാശരായിരിക്കുകയാണ് ഇപ്പോൾ ഈ UDFന് വോട്ട് ചെയ്ത ജനം.